ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ചിലർ ചോദിക്കാറുണ്ട് നിങ്ങളെന്താ മലയാളം ഇങ്ങനെ സംസാരിക്കുന്നത്. മലയാളം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല, സെക്കൻഡ് ലാംഗ്വേജും അല്ല, തേർഡ് ലാംഗ്വേജാണ്. ആ ഒരു മലയാളം കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും വെച്ചിട്ടാണ് ഞാനിത് മാക്സിമം ഞാൻ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. ഐ സീ യു ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. 2-3 കണ്ടീഷൻസ് ഉണ്ട് നിങ്ങൾ ചോദ്യം ചോദിക്കണേക്കാൾ മുമ്പ്. നമ്പർ 1, ഇത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യും. അത് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ. മതപരമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആവരുത്. നിങ്ങളുടെ ഡെവലപ്മെൻറ്റ്, നിങ്ങൾക്കുള്ള ക്ലാരിറ്റിയുള്ള ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കണത്. ഓക്കെ ആണോ? ഓക്കെ, ഗ്രേറ്റ്. എന്താണ് ഈ ഒരു കൺവേഴ്സേഷനിൽ ഒരു ഒറ്റ സെൻറ്റൻസിൽ പറയാം, എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടതെന്ന് പറയാം. വേറൊരു കഥയും പറയരുത്. എന്താണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത്? എന്താണ്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പർപ്പസ് കണ്ടെത്തണം എനിക്ക്. ഓക്കെ, ബിസിനസ്സിന്റെ പർപ്പസ് ആണോ നിങ്ങളുടെ പർപ്പസ് ആണോ? എനിക്ക് നിങ്ങളുടെ പർപ്പസാണ് കണ്ടെത്തേണ്ടത്. യെസ്. ഓക്കെ, ബിസിനസ്സിൻ്റെ ആണെങ്കിൽ എനിക്കറിയാം ഇപ്പം ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ആണെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇസ് ദാറ്റ് ഓക്കെ? യെസ്. ഓക്കെ, ഗ്രേറ്റ്. നിങ്ങൾ ആരാന്ന് പറയണ്ട, ഒന്നും പറയണ്ട എന്നോട്. ഓക്കെ, ഡോണ്ട് ടെൽ മീ ഹൂ യു ആർ, വേർ യു ആർ ആൻഡ് ഓൾ ദോസ് തിങ്സ്. നിങ്ങൾക്ക് ഈ പർപ്പസ് കണ്ടെത്താനുള്ള കാരണം ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാണ്ട്. കാരണം നിങ്ങളുടെ വയസ്സ് എനിക്ക് ചോദിക്കണം. ഇപ്പം എത്ര വയസ്സായി? 39. ഇതിനു മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടോ? ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഇന്നലെ വന്നിരുന്നു? യെസ്. ലൈവായിട്ട് കാലിക്കറ്റോ? യെസ്. എങ്ങനെ ഉണ്ടായിരുന്നു? അത് ആദ്യം പറയാം, നമുക്ക് ആദ്യം അത് സംസാരിക്കാം. സൂപ്പർ. സൂപ്പർ സൂപ്പർ ഒന്നും ആണ് പറയാനില്ല. തന്നെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ലാസ്റ്റിൽ കരഞ്ഞോ? എനിക്ക് അതാണ് അറിയേണ്ടത്. യെസ്, നല്ലോണം കരഞ്ഞു. നല്ല ഞാനൊക്കെ സ്റ്റേജിൽ കരഞ്ഞിട്ട് ഞാൻ ഒരുപാട് സ്റ്റേജിലിരുന്ന് കാലായി. കരഞ്ഞു. ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ട് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. സ്റ്റേജിലിരുന്ന് കരയായിരുന്നു ഞാൻ. കരഞ്ഞിട്ട് ഒരുപാട് കാലായിട്ടുണ്ടായിന്. ഞാന് ഷെഹനാസ് അലി അവരുടെ സ്റ്റുഡന്റ് അല്ല, ക്ലൈന്റ് ആണ്. അപ്പോ ഞാന് ബോൾഡായി ഒരുപാട് പോസിറ്റീവായിട്ട് തോട്ടായിട്ട് ഇങ്ങനെ പോവേനി. അപ്പൊ കരയലൊന്നുമില്ല, എവിടെ സ്റ്റെക്ക് ആവലില്ല, ഒന്നുമില്ല. പക്ഷെ ഇന്നലെ ഒരുപാട് കരഞ്ഞുപോയി. ഞങ്ങൾ തീരുമാനിച്ചിരുന്നു, ഞാനും റിയാസ് ഹക്കീമും കൂടെ തീരുമാനിച്ചിരുന്നു ഒരു കാര്യം. വല്ലാത്ത സർപ്രൈസ് ആയി പോയി ആ ലാസ്റ്റ് തന്നത്. ആ സർപ്രൈസ് ഞങ്ങൾ പണ്ടും കൊടുത്തിട്ടുണ്ട്. പണ്ട് പ്രാവശ്യം ഇതേപോലെ കൊടുത്തിട്ട് ആൾക്കാർ കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ച ഒരു തീരുമാനമാണ്, മോട്ടിവേഷൻ അല്ല ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം. സ്വന്തം മനസ്സിലാക്കിയിട്ട്, ഓക്കെ, ഇത്രയും ഭാഗ്യവന്മാരാണല്ലോ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് ആ തോന്നലോട് കരയാൻ പറ്റണം എല്ലാവർക്കും. അത് സംഭവിച്ചിരുന്നത് അവിടെ എല്ലാവരും. അതിന്റെ ഇത് കിട്ടിയത് ഷഹനാസ് അലിക്ക്. കാരണം എനിക്ക് ഫ്രീ ടിക്കറ്റാ തന്നത്. ഞാൻ അറിയൂല എന്തിനാ എന്നെ ഇത്രയും ക്യാഷ് കൊടുത്ത് ഫ്രീ ടിക്കറ്റ് തന്ന് പറഞ്ഞ. എനിക്ക് അറിയൂല, ഈ സാറിനെ പറ്റി മാം പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. അപ്പൊ ഞാൻ വെറുതെ മാമിന് പോസ്റ്റർ കണ്ടപ്പോ ചോദിച്ചാ മാമിന്റെ സാറല്ലേന്ന്. അപ്പൊ എന്നോട് ചോദിച്ചാ എനിക്ക് പോവണോ? ഞാൻ പറഞ്ഞു ആ ഇവിടെ അടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞു. എന്നാ പോയിക്കോ, ഞാൻ ക്യാഷ് കിട്ടും. അപ്പൊ തന്നെ ക്യാഷ് കിട്ടുന്നു, ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോഴും അറിയൂല ഇത്രയും വലിയ ആളുകളെ ഇടയിലേക്കാണ്. ഞാൻ വെറും ഹൗസ് വൈഫ്, ഈ വീട്ടിലെ 4 ചുമരിന്റെ ഉള്ളിലുള്ള. പക്ഷെ ഷഹനാസ് മാമിന്റെ കൂടെ കൂടിയതിന് ശേഷം ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് എവിടേക്കോ അറിയപ്പെടുന്നുണ്ട്, അറിയപ്പെടണം ഇനിയും ഉണ്ട്. അപ്പോ ഓരോ സ്റ്റെപ്പും അത്രയും വാല്യുബിൾ ആണ് ഇപ്പോ. താങ്ക് യു വെരി മച്ച്. നിങ്ങളതാണ് പറയണ്ടത്. നിങ്ങളെ ഷഹനാസിന്റെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഓക്കെ, നിങ്ങളാണ് പറയണ്ട ഇപ്പോൾ. ഗ്രേറ്റ്. അപ്പം ഞാൻ ചോദിക്കാൻ കാരണം, ഈ വയസ്സ് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ 39 ചോദിക്കാൻ കാരണം, ഇത്രയും കാലം നിങ്ങൾക്ക് പർപ്പസ് നിങ്ങൾ ചോദിച്ചില്ലേ? ഇല്ല, ഒക്കെ സ്റ്റാർട്ടറാണ് ഞാൻ. ഒക്കെ സ്റ്റാർട്ട് ചെയ്യും, ഫിനിഷർ ആവില്ല. ഓക്കെ,
സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ വ്യക്തി സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഫിനിഷ് ചെയ്യാറില്ല. ഓക്കെ, എന്തിനാണ് പേർപ്പസ് ഇപ്പോൾ അറിയേണ്ടത്? ഒരു 3 കാരണങ്ങൾ പറയാം. Why do you want to know about your purpose now at the age of 39? എനിക്ക് എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് എല്ലാവരും സഹായിക്കുക, ഉം. മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുക. അപ്പൊ ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തതും അങ്ങനെയുള്ളൊരു കാര്യമാണ്. Okay. അപ്പോൾ മറ്റുള്ളവർക്ക് ജോലി ഫോർ ഹെൽപ്പിംഗ് അതേഴ്സ് അല്ലേ? യെസ്. ഓക്കെ, ആ ഹെൽപ്പിംഗ് വ്യത്യസ്ത രീതിയിലാണ്. അത് ഞാൻ അപ്പം ചോദിക്കില്ല, ആവശ്യമില്ല ഞാൻ ചോദിക്കാം. ഓക്കെ, പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാം ഒരു വ്യക്തിനെ. ഓക്കെ, നമ്പർ 2 ഹെൽപ്പിംഗ് അതേഴ്സ്. നമ്പർ 2 നമ്പർ 2 എനിക്ക് മൈൻഡ് സെറ്റ് ആയിട്ട് ഓരോ ദിവസവും കഴിഞ്ഞു പോകണം. അപ്പൊ ഒരാളെ സഹായിക്കുമ്പോൾ അതിന് കിട്ടുന്ന ആ ഒരു പീസ്ഫുൾനെസ് ആണോ? ഒരു peacefulness. സമാധാനം Yes, അല്ലേ? yes, മൈൻഡ് സെറ്റ് yes, അല്ല, അത് പീസ്ഫുൾ ആണ്. ഓക്കെ, yes, പീസ്ഫുൾനെസ്. yes. പീസ്ഫുൾ. ഓക്കെ, മൈൻഡ്, പീസ്ഫുൾ മൈൻഡ്. മൂന്നാമത്തെ മൂന്നാമത്തത് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അച്ചീവ് ചെയ്യുമ്പം അച്ചീവ് ചെയ്യണം നല്ലതാണ്. അത് നിങ്ങൾ കുഴപ്പമില്ല, എല്ലാവരും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. ആ ഒരു പെർപ്പസിനോട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ അച്ചീവ്മെൻറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനത്തെ അച്ചീവ്മെൻറ്റാണ്? നോ ഐഡിയ. Think about it. Take it seriously. What type of achievement? അത് നിങ്ങളുടെ പേർപ്പസിനോട് എങ്ങനെ കണക്ട് ചെയ്യും? കാരണം നിങ്ങൾ പേർപ്പസ് ആദ്യം പറഞ്ഞു ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ പീസ്ഫുൾ. ഇത് രണ്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് പീസ്ഫുൾ? ഇന്നലെ ലൈവ് സെഷനിൽ നമ്മളൊരു വീഡിയോ കാണിച്ചു. ഒരു ലേഡി ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുജറാത്തി ലേഡി, മലയാളം നന്നായി സംസാരിക്കുന്ന UAE-ൽ അതിൽ എത്രയോ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണ ആ ലേഡീൻ്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങളെ മേലെടുക്കാം. ആ എക്സാമ്പിൾ തന്നെയാണ് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ. അപ്പം എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾ ആ ലേഡിയാന്ന് വിചാരിക്കുക. അതായത് ദുബായിലുള്ള ആ ഒരു മരുഭൂമിയിലുള്ള ക്യാമ്പുകളിലുള്ള പൈസ തരാൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് വെറും 3 ദിർഹത്തിന് ബിരിയാണി വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ലോക പ്രശസ്തി ആർജിച്ച ഒരു സ്ത്രീ. ആ സ്ത്രീക്ക് ഈ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ഹെൽപ്പിംഗ് അതേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ലേഡി ടിക്ക് മാർക്ക് ചെയ്യും, യെസ് ഐ എം ഹെൽപ്പിംഗ് അതേഴ്സ്. ശരിയല്ലേ? എത്ര പേര് അംഗീകരിക്കേണ്ടത്? നമ്പർ 2, ആ ലേഡിക്ക് രാത്രി കിടക്കുമ്പോൾ പീസ്ഫുൾനെസ് എന്ന് നിങ്ങൾ പറഞ്ഞു. ആ ലേഡിക്ക് ഏകദേശം 500ഓളം 1000ഓളം ആൾക്കാരെയാണ് ആ ലേഡി ഡെയിലി ഭക്ഷണം കൊടുക്കുന്നത്. ആ ലേഡിക്ക് സമാധാനമായിട്ട് കിടന്നുകൂടെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും അതിൽ കൂടെ എനിക്ക് സമാധാനം കിട്ടുന്ന പറഞ്ഞ് സന്തോഷത്തോട് കിടന്ന് ഉറങ്ങിക്കൂടെ? ഓക്കെ, വേറൊരു വ്യക്തിനെ എടുക്കാം. ആ വ്യക്തി ചിലപ്പോൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ഒരു പർപ്പസ് ഇല്ല, പക്ഷെ എനിക്ക് സമാധാനം കിട്ടണം, മറ്റുള്ളവരെ സഹായിച്ചിട്ട് കിട്ടുന്ന ആ ഒരു മനസ്സ്. എക്സാക്ട്ലി കറക്റ്റ്. അവിടെയാണ് ഞാൻ മൂന്നാമത്തെ ചോദ്യം നിങ്ങളോട് ചോദിച്ചത്. ഈ സ്ത്രീ വളരെ ക്ലിയർ ആയിരുന്നു. അച്ചീവ് ചെയ്ത് പേരും കിട്ടി, എല്ലാം കിട്ടി, പക്ഷെ പൈസന്റെ ബാക്കിലല്ല പോയത്, സഹായത്തിന്റെ ബാക്കിൽ പോയി. എല്ലാം കിട്ടി, അച്ചീവ് ചെയ്ത് എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത്? ഇതിനോട് കണക്ട് ചെയ്തിട്ടുള്ള അച്ചീവ്മെന്റ് എന്താണ്? ഞാന് ഫുഡ് പ്രോഡക്റ്റ് ആണ് ഇങ്ങനെ മറ്റുള്ളവര് ഇപ്പം ചെറിയ വീട്ടിൽ വെച്ചിട്ട് അടുത്തുള്ള വീട്ടിലുള്ള ലേഡീസ് ഒക്കെ ഫുഡ് ഉണ്ടാക്കി തരും. അത് ഞാൻ ഓർഡർ പിടിച്ചിട്ട് കൊടുക്കും. അങ്ങനെ ഒരു ബിസിനസ് ആണ്. പിന്നെ പലതുണ്ട്, പാവങ്ങളെ സഹായിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടന്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഞാൻ തുടങ്ങി വെച്ചത്. അപ്പൊ അത് എവിടെയെങ്കിലും എത്തിക്കണം, ഒരുപാട് ആളുകൾക്ക് സഹായം എത്തിക്കണം. ഒരുപാട് എന്റെ കീഴില് ആളുകൾ എന്റെ കീഴിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബിസിനസിനെ പറ്റി നിങ്ങൾ സംസാരിക്കണമെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ബിസിനസിനെ പറ്റിയിട്ട് 2 രീതി ഉണ്ടാവണം. എല്ലാവർക്കും മനസ്സിലാവേണ്ട രീതി ഞാൻ പറഞ്ഞു. ഒരു ബിസിനസ് തുറന്ന് പൈസ ഉണ്ടാക്കാനുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ഒരാള് ബിസിനസ് ചെയ്യുന്നത് മറ്റുള്ളവർ എത്രത്തോളം എനിക്ക് സഹായിക്കാൻ പറ്റും അത്രത്തോളം സഹായിക്കുക. പൈസ എന്നുള്ളത് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നുള്ളത് സെക്കൻഡറിയാണ്. പക്ഷേ പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. 2 ബിസിനസ് നടക്കും. സോഷ്യൽ ബിസിനസ് എന്നാണ് രണ്ടാമത്തേന് പറയാം. ആ ലേഡി ചെയ്യുന്നത് സോഷ്യൽ ബിസിനസ്സാണ്. നിങ്ങൾ ചെയ്യുന്ന സോഷ്യൽ ബിസിനസ് ആണോ അല്ലെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് ആണോ? അതാണ് ചോദിക്കാൻ പോകുന്നത്. സോഷ്യൽ ബിസിനസ്സും രണ്ടും ഉണ്ട്. അങ്ങനെ നടക്കാൻ പോകില്ല. അത് മനസ്സിലായി. നിങ്ങളത് പറയണേ. അപ്പോൾ 2 ബിസിനസ്സും വ്യത്യാസമുണ്ട്. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ട്രഡീഷണൽ എയർലൈൻ എന്ന് പറഞ്ഞത് ലോ കോസ്റ്റ് എയർലൈൻ എന്ന് പറഞ്ഞ വ്യത്യാസം. 2 എയർലൈനുകൾ തന്നെ, 2 ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രഡീഷണൽ എയർലൈന്
വ്യത്യസ്ത രീതിയിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യൽ. അതേസമയത്ത് ലോ കോസ്റ്റ് എയർലൈന് വ്യത്യസ്ത രീതിയിലാണ് ഓപ്പറേഷൻ ചെയ്യൽ. ബിസിനസ് മോഡൽ വ്യത്യാസമുണ്ട്, അംഗീകരിക്കേണ്ടത് നിങ്ങൾ. യെസ്. അതേപോലെ നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റീവ് അനുസരിച്ച്, ഗോൾ അനുസരിച്ച്, നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കണം ഏത് ലെവലിലാണുള്ളത്. ഇപ്പോൾ ഒരു വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഹ്യൂമൻസ് ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, ക്ലബ് ഹബ്ബ് ഉണ്ട്. നിങ്ങൾ അതിൻ്റെ മെമ്പർ ആണോ എന്ന് എനിക്കറിയില്ല. ജോയിൻ ചെയ്തു ഇന്നലെ. ജോയിൻ ചെയ്തു ഇന്നലെയാണ് ഇന്നലെ. അതിനെ പറ്റി അറിയുന്നത്. അപ്പൊ തന്നെ ജോയിൻ ചെയ്തു. ഗുഡ്. അതിൻ്റെ ഒരു ഭാഗമാണിത്. അതിൻ്റെ ഭാഗമാണ് ഞാൻ ഈ ക്ലാസ് എന്തുകൊണ്ട് എടുക്കുന്നതും. മുന്നേ അറിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം വന്നു പോയി അന്നേരം. എന്തുകൊണ്ട് ഈ ഹബിനെ പറ്റിയിട്ട് ഇല്ല, ഹബ്ബ് അറിഞ്ഞില്ല. ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഹബ്ബ് 2-3 മാസമായിട്ടുള്ളൂ വന്നിട്ട്. താങ്ക് യു, അപ്പോൾ നിങ്ങൾ താങ്ക് യു. ഓൾറെഡി ഉണ്ട്. ഹബ്ബ് ഇപ്പോൾ 3 മാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും 10-25 യൂണിറ്റ്സ് ഞങ്ങൾ ഇങ്ങനത്തെ യൂണിറ്റ്സ്, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ യൂണിറ്റ്സ് പോലെ 10-25 യൂണിറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു പൈസ വാങ്ങിച്ചില്ല കേട്ടോ, ഓർക്ക, ഒരു പൈസ അതറിയാം, വാങ്ങിച്ചില്ല. കാരണം അതറിയാം. അവിടെ ഞങ്ങൾ ഒബ്ജക്റ്റീവ് പൈസ ഉണ്ടാക്കലല്ല. ഇവിടെയും ഇപ്പം ഈ ഒരു സെഷൻ നടക്കുന്നത് ഫ്രീ ആണ്. ഒബ്ജക്റ്റീവ് പൈസ ഉണ്ടാക്കണില്ല. ഒബ്ജക്റ്റീവ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെങ്ങനെയാണ് സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ സഹായിക്കുന്നുണ്ട്, ശരിയല്ലേ? യെസ്. എത്ര പേര് അത് അംഗീകരിക്കുന്നുണ്ട്? ഈ ഒരു വ്യക്തിനോട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളിപ്പം എത്ര പേരുണ്ട് ഇവിടെ? ഇന്ന് ഇപ്പം 100 സീറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. 100 സീറ്റ് ഫുള്ളാണ്. പോയി നോക്കുക, എല്ലാവരും ചെക്ക് ചെയ്യുക. 100 സീറ്റും ഞാൻ കണ്ടു. കൊടുത്തിട്ടുള്ള 100 സീറ്റും ഫുള്ളാണെന്ന്. എത്രയോ ആൾക്കാർ ബാക്കിൽ നിൽക്കുന്നുണ്ടോ? ഞാൻ കൊടുത്തിട്ടില്ല. 100 സീറ്റിൽ നിന്ന് അലൗഡ് ചെയ്തിട്ടുള്ളൂ. ആ 100 സീറ്റും ഫുള്ളാണ്. മനസ്സിലാക്കുക. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ 100 പേര്, ഇവിടെയുള്ള 100 ലീഡേഴ്സും കേൾക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ലീഡേഴ്സ് നാളെ ചിലപ്പോൾ ഇത് കേൾക്കും. അപ്പോൾ ഞാൻ സഹായിക്കല്ലേ ചെയ്യണത്? നിങ്ങൾ പറ. യെസ്. എനിക്ക് പിക്കിൾ ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. എനിക്ക് ആകെ അറിയുന്ന ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ള. നിങ്ങൾ പറയാം, നിങ്ങളുടെ ബിസിനസ് മോഡൽ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക, പറയാം. നിങ്ങൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അറിയുന്ന കാര്യങ്ങള് എന്നിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കുക. അതായത് അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് വീട്ടില്, അങ്ങനെ പുറത്തിറങ്ങി പോകാനൊന്നും. പക്ഷെ അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ എനിക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു അത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവരെന്താ പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പക്ഷെ എത്ര പേർക്ക് മനസ്സിലായത് ആയിരുന്ന ടൈപ്പാണ് ഇവർ ചെയ്യണത്? ഒരു ഉദാഹരണത്തിന് ജാക്മാക്ക് ചെയ്യണ പോലെ. ജാക്മ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചൈനീസ് ഒരു ഒരു ഇത് പ്ലാറ്റ്ഫോം കൊണ്ടുവന്ന വ്യക്തിയാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്ത്, ഒരുപാട് ചെറിയ ചെറിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് വീട്ടിൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളെ കംപ്ലീറ്റ് ഈ വ്യക്തി ഏകോപിച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് വേൾഡിലേക്ക് കൊടുന്നു. അതാണ് അദ്ദേഹം ചെയ്ത അലിബാബ. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. അലിബാബൻ്റെ ഫൗണ്ടർ. ഇവിടെ നിങ്ങളൊരു അലിബാബയാണ് അല്ലേ? അതായത് കുറേ ആൾക്കാരുണ്ടാവും, അവർ ഓരോ തൊഴിൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ പോയി സംസാരിക്കാനോ പിച്ച് ചെയ്യാനോ പറ്റാത്തവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അതാണോ? യെസ്, യെസ്. അത് നല്ലൊരു ഒരു ബിസിനസ് മോഡലാണോ? നിങ്ങൾ പറയും. അവർക്കൊരു ഹെൽപ്പ് ആവണം എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലതാണ്. അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ യു ആർ ടോക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദം. അവർക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണം. അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് എല്ലാവരും ഞാൻ കണ്ടു. പറയും. ഞാൻ കണ്ടു. ഞാൻ ഇപ്പൊ 2 മിനിറ്റിനുള്ളിൽ കണ്ടു അത്. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് പെർമിഷൻ, അങ്ങനെ പുറത്തിറങ്ങിയുള്ള പെർമിഷൻ ഒന്നും കിട്ടൂല. അപ്പൊ ഇവിടെ അതിനാവശ്യം ഞാനിപ്പോ വീട്ടിലിരുന്നിട്ടല്ലേ സംസാരിക്കണത്. യെസ്, യെസ്. അപ്പോൾ അതൊക്കെ നമ്മൾ ലിമിറ്റ് ഉണ്ടാക്കണം. ഓരോരുത്തർ നമ്മളിപ്പോൾ ലിമിറ്റ്സ് ഉണ്ടാക്കുകയാണ്. എത്ര പേര് അംഗീകരിക്കേണ്ടത്? വീട്ടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ലോകത്ത് എല്ലാ സ്ഥലത്തും എത്താൻ എത്ര പേര് അംഗീകരിക്കേണ്ടത്? യെസ് ടൈപ്പ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കുന്ന ഓരോരോ ഇതാണ്. ഞാനൊന്ന് സബ്ജക്റ്റിന് മാറിയിട്ട് ഇങ്ങോട്ട് വരാം. ഞാൻ ഈ സ്റ്റുഡിയോ എൻ്റെ വീട്ടിൻ്റെ മേലെയാണുള്ള ഈ സ്റ്റുഡിയോ. അപ്പോൾ ഞാൻ 2015-16 തോന്നി ഞാൻ റിസൈൻ ചെയ്ത് വന്നത്. ആ സമയത്ത് ഞാൻ സ്റ്റുഡിയോ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് പറഞ്ഞ് വിഡ്ഢിത്തര ചെയ്യണത്. സെൻസൈനെ പ്ലേസ് ചെയ്യേണ്ടത് എറണാകുളത്ത് അല്ലെങ്കിൽ കാലിക്കറ്റ് അങ്ങനത്തെ സിറ്റീസിലാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ചെയ്തോളാം. കോവിഡ് വന്നപ്പം ആരൊക്കെയാണോ എന്നോട് പറഞ്ഞത് ഇവിടെ തുടങ്ങുക, അവരൊക്കെ പൂട്ടിപ്പോയി. ഞാൻ ഇന്നും ഉണ്ട് ഇവിടെ. ഒരു പൈസ വാടകയും കൊടുക്കണില്ല. എൻ്റെ അടുത്തൊരു ക്യാമറ ഉണ്ടെങ്കിൽ, എൻ്റെ അടുത്തൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് എവിടെ നിന്നൊരു ബിസിനസ് ചെയ്യാം.
എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? നിങ്ങൾക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം, നിങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ വേണം, അറിവ് വേണം, ദാറ്റ്സ് ട്രൂ. മാർക്കറ്റ് വേണം, മാർക്കറ്റിൽ അതിനൊരു പെയിൻ ഉണ്ടായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം, ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം 2-3 കാര്യമുണ്ട്. ഞാൻ അത് നിങ്ങളോട് ഷെയർ ചെയ്യാം, എന്നിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കരുത്, അതിനെ അംഗീകരിക്കും വേണ്ട. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. ഓക്കെ, സോ ഡോണ്ട് തിങ്ക് ദറ്റ് ഐ എം ഓൾവേസ് റൈറ്റ്. ഓക്കെ, അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി. നമ്പർ 1, വാടക കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പണ്ട് ഞാൻ ബിസിനസ് ചെയ്തിട്ട് വാടക കൊടുത്ത് കുടുങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് റുപ്യ മാസം വാടക കൊടുത്ത് കുടുങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാനൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വാടക കൊടുക്കില്ല. നമ്പർ 2, ഞാൻ ഒരിക്കലും ഒരു സ്റ്റാഫിനെ വെക്കില്ല. ഈ 2 കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. ഇത് രണ്ടും ഞാൻ തീരുമാനിച്ച അന്ന് മുതൽ എനിക്ക് പ്രോഫിറ്റേ ഉള്ളൂ. നമ്പർ 1, എനിക്ക് ടീമുണ്ട്, സ്റ്റാഫില്ല. എത്ര പേർക്കറിയാം? ടീമുണ്ട്, സ്റ്റാഫില്ല. ഈ ടീം എന്ന് വെച്ചാൽ അവർ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് അന്ന് എന്താണ് ടാസ്ക് ഫിനിഷ് അപ്പോൾ അവരെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവർക്കും ഭയങ്കര സന്തോഷമാണ്. അവർ രാത്രിയും പകലൊക്കെ ഇരുന്നിട്ട് ഇത് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യും. അവർ കംപ്ലീറ്റ് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ എത്രയാണോ അവരെ സാലറി അല്ല എത്ര അവർ ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യുമ്പോൾ എത്രയാണ് അതിനേക്കാളും കൂടുതൽ ഞാൻ കൊടുക്കും. എത്ര പേർക്ക് മനസ്സിലായത്? അവരൊരു സാലറി ഉണ്ടെങ്കിൽ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിച്ച് അതിനേക്കാളും കൂടുതൽ കൊടുക്കും. അതിനാൽ കൂടുതൽ കൊടുത്താൽ അവർ കൂടുതലല്ലേ വർക്ക് ചെയ്യുക. വേറെ എനിക്ക് യാതൊരു കണക്ഷൻസും ഇല്ല, എനിക്ക് ഒരു വേറെ കണക്ഷൻസ്. എൻ്റെ ഫുൾ ടീം, എൻ്റെ ടീമുണ്ട്, സ്റ്റാഫില്ല. ആ ടീം എനിക്ക് വേണ്ടിയിട്ട് രാവും പകലും എനിക്ക് വേണ്ടി വർക്ക് ചെയ്യും. 100% ഉറപ്പാണ് എനിക്ക്. എനിക്കും അത്ര ഒരു ടീമുണ്ട്, സ്റ്റാഫില്ല. മതി, അത് മതി. അത് കൂടാതെ വാടക കൊടുക്കാതിരിക്കുക, അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യണത് വാടക കൊടുക്കാതിരിക്കാൻ ഈ മാസം ഇറങ്ങുന്നുണ്ട്, പക്ഷെ വേറെ ഉള്ള വാടക കൊടുത്തിട്ടുള്ള എവിടെയൊക്കെ കയറണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് വേണ്ട. അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തു കേട്ടോ. നിങ്ങൾ ചേരുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് ഞാൻ വാടക കൊടുക്കൂല എന്നുള്ള തീരുമാനത്തിലാണ് ഞാനുള്ളത്. സോ ദാറ്റ്സ് വാട്ട് ഐ ഡു. ആ റെന്റ് കൊടുത്താലും അത് ഒരാളെ ജീവിതം കഴിയും അവിടെ. അതിനെ കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അല്ല നിങ്ങൾ കൊടുത്തൊക്കെ നിങ്ങൾ ഓരോ ബിസിനസ് അനുസരിച്ച് മാറണം കേട്ടോ. ഓരോ ബിസിനസ് അനുസരിച്ച് ചിലപ്പോൾ ഒരു ബിസിനസ് ചിലപ്പോൾ വെയർ ഹൗസ് ആവശ്യമുണ്ടാവും, അപ്പോൾ വാടക എടുത്തേ മതിയോ അല്ലേ? റൈറ്റ്. അപ്പോൾ നമ്മൾ വീണ്ടും ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം നിങ്ങൾ ചെയ്യുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു കണക്റ്റിംഗ് ടൂൾ, കണക്റ്റിംഗ് പ്ലാറ്റ്ഫോം, കണക്റ്റിംഗ് ഇൻഡിവിജ്വലാണ് നിങ്ങൾ. അതിൽ കൂടെ ഒരുപാട് ആൾക്കാരെ സഹായിക്കുക, വോയിസ് ഇല്ലാത്തവർക്ക് വോയിസ് കൊടുക്കുക, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതല്ലേ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എന്റെ ഫാമിലി വലുതാണ്, അതിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഫാമിലി ആണോ പ്രശ്നം, അല്ലെങ്കിൽ ബിസിനസ് ആണോ പ്രശ്നം? ഒരിക്കലും ഇല്ല, എനിക്ക് ഫ്രീഡം കിട്ടണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്, എന്നാലും അതിൽ ഞാൻ എന്റേതായ ഒരു വഴി കണ്ടെത്തിയിട്ട് അതിലേക്ക് എത്തുന്നുണ്ട്. ഇതുവരെ എത്തി. ഇനി ബാക്കി മുന്നോട്ടേക്കുള്ള ഒരു വേ. ഓക്കെ, അത് നിങ്ങൾ ബിസിനസ്സിനെ നിങ്ങൾ പർപ്പസ് വെച്ചിട്ടുള്ളത്? പർപ്പസിനാണ്, ബിസിനസ്സിനല്ല. ബിസിനസ് അല്ല. അപ്പോൾ ടെൽ മീ, വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് ടു അച്ചീവ്? യു സെഡ് പീസ് ഓഫ് മൈൻഡ് വേണം, നമ്പർ 2 അല്ല പീസ് ഓഫ് മൈൻഡ് വേണം, ഹെൽപ്പിംഗ് അതേഴ്സ് വേണം, ബിസിനസ് അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കിട്ടിയല്ലോ, വേറെന്താ നിങ്ങൾക്ക് വേണ്ടത്? വേറെന്താ വേണ്ടത്? ഇപ്പൊ പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. എന്താണ് ഇപ്പൊ കിട്ടിയത്? ഈ ഒരു സംസാരത്തിൽ കിട്ടിയത് എന്താണ്? ഒന്നും പ്രതീക്ഷിക്കരുത് ആരിൽ നിന്നും, അവർക്ക് സഹായം എത്തിക്കുക. എക്സാക്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുക, അത് നിങ്ങൾ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ അത് ബിസിനസ് മോഡൽ മാറിപ്പോയി. എത്ര പേര് അംഗീകരിക്കണ്ട്? ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് മോഡൽ മാറ്റണം. എത്ര പേര് ആയിന്ന് ടൈപ്പ് ചെയ്യുക? നിങ്ങൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് മോഡൽ കംപ്ലീറ്റ് മാറ്റിയിരിക്കണം. എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങൾ ബിസിനസ് ചെയ്യണ മോഡൽ മാറ്റിയിരിക്കണം. രണ്ടും വ്യത്യാസമുണ്ട്. രണ്ടും ബിസിനസ് തന്നെ. ഒന്ന് സോഷ്യൽ ബിസിനസ് ആണ്, മറ്റത് നോർമൽ ട്രഡീഷണൽ ബിസിനസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് നിങ്ങൾ പറഞ്ഞു പൈസ ഉണ്ടാക്കണം, അതുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഇന്നലത്തെ മോഡലിൽ കണ്ടിരിക്കണം. ആ ലേഡി 3 ദിർഹം ചാർജ് ചെയ്യുന്നത്. സാധാരണ പാകിസ്ഥാനികളായിട്ടുള്ള ആൾക്കാർ ബിരിയാണി കൊടുക്കുന്ന 2.5 ദിർഹത്തിനാണ്. അവിടെയും ബിസിനസ് മോഡലുണ്ട്, ശരിയല്ലേ? അവിടെ ബിസിനസ് മോഡൽ. അപ്പം നിങ്ങൾ ബിസിനസ് മോഡൽ, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. ഇങ്ങനെ ഒരു ബിസിനസ് നല്ല പ്ലാറ്റ്ഫോമാണ്. ജാക്ക് മാക്ക് ചെയ്ത ബിസിനസ് മോഡലാണ്. പക്ഷെ ആ ബിസിനസ് മോഡൽ മാറ്റിയിരിക്കണം. അതിനൊരു ക്ലാരിറ്റി കിട്ടിയോ നിങ്ങൾക്ക്? ഹാപ്പിയാണോ? 0 to 10 എവിടെയാണ് നിങ്ങൾക്ക് ഈ ക്ലാരിറ്റി ഇപ്പോൾ ഉള്ളത്? 0 to 10 9 കിട്ടി. ബാക്കി ഇനി ഞാൻ കൊണ്ടുവരണം. എത്രയെന്ന് വന്നപ്പോ? ഞാനൊരു
ഇന്നലത്തെ ക്ലാസ് കേട്ടപ്പോ ഒരു 5-ലെത്തി. ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട ഇന്ന് 9-ലേക്ക് കാരണം ചാടി 2 ദിവസം മുന്നേ കരഞ്ഞിരുന്ന ടൈമാണ്. 2 ദിവസം മുന്നേ ഞാൻ കരഞ്ഞിരുന്ന് ആലോചിച്ച് എനിക്കൊരു വഴി ഫ്രണ്ട്സ് പറഞ്ഞു തന്നു. പക്ഷെ ഇങ്ങനെ ഒരു വഴിയും കൂടെ അതിലേക്ക് പടച്ചോണ്ടായിട്ട് അങ്ങനെ ഒരു എത്തിച്ചു തന്നു. അത് അൽഹംദുലില്ലാ. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും പടച്ചോനോട് മതിയാവില്ല. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ എന്റെ മൈൻഡ് ഇത്രയും സ്ട്രോങ് ആയി കിട്ടുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. Thank you. Happy? ഹാപ്പി. Thank you very much. Let's move on to next caller, please.